ഡാൻഡ്രഫിനല്ല, ഹെയറിൽ ഡാൻഡ്രഫിനല്ല, ഒരു റെമഡി ആയിട്ടാണ് വന്നത്. കാരണം എൻ്റെ ഹെയറിലൊക്കെ ഡാൻഡ്രഫ് ഉണ്ട്. അപ്പം വീക്കിലി ഒരു 2 ടൈംസ് ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പം അത് ഹോംലി റെമഡിയാണ്. അപ്പം കേർഡും തൈരും ലെമൺ ജ്യൂസുമാണ് നമ്മൾ പാക്കായിട്ട് എടുക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ തൈരിന് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കാം. കാരണം ഈ കേർഡിലായാലും ലെമൺ ജ്യൂസിലായാലും അതിന് നമ്മൾ ഡാൻഡ്രഫ് ഇല്ലാതാവാനായിട്ട്, ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള എൻസൈംസും ആസിഡ്സും അതിലടങ്ങിയിട്ടുണ്ട്. കണ്ടോ, എൻ്റെ ഹെയറിൽ ഡാൻഡ്രഫ് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പം വരുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മളൊരു വീക്ക്ലി 2 ടൈംസൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ അഫക്റ്റഡ് ഏരിയാസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇതുപോലെ നമ്മൾ ഹെയർ ഇങ്ങനെ മാറ്റിയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് അത് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പം മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ട്, ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ എനിക്ക് ചെമ്പരത്തി താളിയൊന്നും ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ മൈൽഡായിട്ടുള്ള ഷാമ്പു ഏതെങ്കിലും യൂസ് ചെയ്ത്, ഡവാണ് ഞാൻ യൂസ് ചെയ്തത്. ഡവ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് അത് 20 മിനിറ്റ്സിന് ശേഷം ചെയ്യാം. വീക്ക്ലി 2 ഒക്കെ ചെയ്താൽ മതിയാവും. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്കിത റബേൽ.